നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രിയ ബജറ്റുമായി മോദി സർക്കാർ ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻ പദ്ധതി. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ അക്കൌണ്ടിൽ നേരിട്ട് നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ പദ്ധതി. ആശാവർക്കർമാരുടെ വേതനം 50% വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ ബജറ്റിൽ നിരവധി ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനം. തളിപ്പറമ്പിനെ ഞെട്ടിച്ച് വീണ്ടും കാറിന്റെ ചില്ല് തകർത്ത് കവർച്ച. വ്യാപാരിയായ PK ഉമ്മർകുട്ടിയുടെ 3 ലക്ഷം രൂപയും രേഖകളും അടങ്ങുന്ന ബാഗ് കവർന്നു. ജില്ലയിലെ 10 പഞ്ചായത്തുകളെ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തുകളാക്കുന്ന പദ്ധതി ഉടൻ തുടങ്ങുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ CA ജനാർദ്ദനൻ. ഭക്ഷണം നൽകുന്ന ആരാധനാലയങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ആദ്യ ജില്ലയായി കണ്ണൂരിനെ മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും CA ജനാർദ്ദനൻ. സാന്ത്വനത്തിന്റെ പര്യായമായി IRPC. ക്യാൻസർ രോഗിയായ ആറളം ഫാമിലെ 60-കാരി ജാനു കവലാന് ഇനി IRPC തുണ. വിദ്യാർത്ഥികളോട് മാന്യമായി പെരുമാറുന്ന 10 ബസ്സുകൾക്കും ജീവനക്കാർക്കും പോലീസിന്റെ ഗുഡ് സർവീസ് എൻട്രി. മാതൃകയായവർക്കുള്ള ആദരവ് മറ്റൊരു മാതൃക. വാർത്തകൾ വിശദമായി. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രിയ ബജറ്റുമായി മോദി സർക്കാർ ആദായ പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. ഈ വർഷം നിലവിലെ നിരക്ക് തുടരും. റിബേറ്റ് പിന്നീടെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയാക്കി ഉയർത്തി. 3 കോടി ആളുകൾക്ക് 18,000 കോടി രൂപയുടെ ഗുണമുണ്ടാകും. 40,000 രൂപ വരെയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് TDS ഇല്ല. വാടകയ്ക്ക് 2,40,000 രൂപ വരെ TDS ഉണ്ടാകില്ല. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3,000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന പദ്ധതിയാണിത്. 15,000 രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് ഗുണം ലഭിക്കും. നടപ്പ് സാമ്പത്തിക വർഷം തന്നെ ഇത് പ്രാബല്യത്തിൽ വരും. പ്രതിമാസം 100 രൂപയാണ് വിഹിതമായി അടക്കേണ്ടത്. ഇത്രയും തുക തന്നെ കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ESI പരിധി 21,000 രൂപയായി ഉയർത്തി. കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ അക്കൌണ്ടിൽ നേരിട്ട് നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രഖ്യാപിച്ചു. 100% ബാധ്യതയും കേന്ദ്ര സർക്കാർ വഹിക്കും. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള കർഷകർക്കാണ് സഹായം നൽകുന്നത്. 2018 ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാവും പദ്ധതി നടപ്പാക്കുക. ഇതിനായി ബജറ്റിൽ 75,000 കോടി രൂപ വകയിരുത്തി. 12 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. കർഷകർക്ക് 11.68 കോടി രൂപയുടെ വായ്പ ലഭ്യമാകും. കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് 3% പലിശയിളവ് നൽകും. ചരിത്രത്തിലാദ്യമായി പ്രതിരോധ ബജറ്റ് 3 ലക്ഷം കോടി രൂപ കവിഞ്ഞു. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിക്ക് 35,000 കോടി രൂപ നൽകി. 8 കോടി സൗജന്യ LPG കണക്ഷൻ നൽകും. അടുത്ത 5 വർഷം കൊണ്ട് 1 ലക്ഷം ഗ്രാമങ്ങളെ ഡിജിറ്റലാക്കും. ഗ്രാറ്റുവിറ്റി പരിധി 10 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷമാക്കി. നികുതി റിട്ടേൺ മുഴുവൻ ഓൺലൈനാക്കും. റിട്ടേണുകൾ 24 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കും. റീഫണ്ടും ഉടൻ. 5 കോടിയിൽ താഴെ വിറ്റുവരവുള്ളവർ 3 മാസത്തിലൊരിക്കൽ റിട്ടേൺ നൽകിയാൽ മതി. ആശാവർക്കർമാരുടെ വേതനം 50% വർദ്ധിപ്പിക്കും. സുസ്ഥിര അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞെന്ന് ധനമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. 2022 രാജ്യം സമഗ്ര പുരോഗതി കൈവരിക്കുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ധനക്കമ്മി പകുതിയാക്കി കുറച്ചുവെന്നും മന്ത്രി പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ $239 ബില്യൺ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. GST ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലൂടെ വളർച്ചാ നിരക്ക് ഉയർത്തി. ജനത്തിന്റെ നടുവൊടിച്ച വിലക്കയറ്റത്തിന്റെ നടുവൊടിച്ചു. 2018 ഡിസംബറിൽ നാണ്യപ്പെരുപ്പം 2.1% മാത്രമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സീൽ ന്യൂസ്. തളിപ്പറമ്പിനെ ഞെട്ടിച്ച് വീണ്ടും കാറിന്റെ ചില്ല് തകർത്ത് കവർച്ച. തളിപ്പറമ്പ് നഗരസഭാ ഓഫീസിന് സമീപത്തെ റോഡിൽ നിർത്തിയിട്ട PK സ്റ്റീൽ ഉടമ PK ഉമ്മർകുട്ടിയുടെ കാറിന്റെ ചില്ല് തകർത്ത് 3 ലക്ഷം രൂപയും രേഖകളും അടങ്ങുന്ന ബാഗാണ് കവർന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തളിപ്പറമ്പിനെ ഞെട്ടിച്ച് കാറിന്റെ ചില്ല് തകർത്തുള്ള കവർച്ച തുടരുകയാണ്. കഴിഞ്ഞ ജനുവരി 17 സമാനമായ കവർച്ചയിൽ 2.25 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. ഒരേ രീതിയിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നിൽ ഒരേ സംഘം തന്നെയാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് വീണ്ടും കവർച്ച നടന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നഗരസഭാ ഓഫീസിന് സമീപത്ത് നിർത്തിയിട്ട മന്നയിലെ PK സ്റ്റീൽ ഉടമ
PK ഉമ്മർകുട്ടിയുടെ KL 59R1165 ഇന്നോവ കാറിന്റെ ചില്ല് തകർത്ത് കാറിലുണ്ടായിരുന്ന 3 ലക്ഷം രൂപയും രേഖകളും അടങ്ങുന്ന ബാഗ് മോഷ്ടിക്കുകയായിരുന്നു. സലഫി മസ്ജിദിൽ നിസ്കാരത്തിന് പോകാനായി 12:40 വണ്ടി നിർത്തിയിട്ടിരുന്നത്. 1:30 എത്തിയപ്പോഴായിരുന്നു കവർച്ച ശ്രദ്ധയിൽപ്പെട്ടതും. കടപൂട്ടി വീട്ടിൽ നിന്നും പണവും എടുത്തു വന്നതായിരുന്നു ഉമ്മർകുട്ടി. തളിപ്പറമ്പ് SI K ദിനേശന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബുധനാഴ്ച രാത്രി നഗരസഭാ ഓഫീസിന് സമീപത്ത് തന്നെ നിർത്തിയിട്ട ബലാനോ കാറിന്റെ ചില്ല് തകർത്ത് ബാഗുകൾ മോഷ്ടിച്ചിരുന്നു. എന്നാൽ ചെക്ക്, ബേക്കറി വിഭവങ്ങൾ എന്നിവ മാത്രമായിരുന്നു ബാഗിലുണ്ടായിരുന്നത്. കാറുകളുടെ ചില്ലുകൾ തകർത്ത് മോഷണം പതിവായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ കണ്ടെത്തുവാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്തിനെ സസ്പെൻഡ് ചെയ്തു. സിൻഡിക്കേറ്റ് യോഗത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. വൈസ് ചാൻസലറുടെയും സിൻഡിക്കേറ്റിന്റെയും നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നുവെന്നാരോപിച്ചാണ് ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്തിനെ സസ്പെൻഡ് ചെയ്തത്. സർവകലാശാലയിൽ പ്രവൃത്തി സമയത്ത് ജീവനക്കാർ അവധിയെടുക്കാതെ സമരം നടത്തുന്നത് തടയാനുള്ള നിർദ്ദേശം അവഗണിച്ചു. അച്ചടക്ക ലംഘനം തടയാനുള്ള നിർദ്ദേശം പാലിക്കാത്തതിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് നൽകിയ മറുപടി തൃപ്തികരമല്ല. സമരം നടത്തുന്നവരിൽ എത്ര പേർ അവധിയെടുത്തു, എത്ര പേർ അവധിയെടുത്തില്ല എന്ന കണക്ക് നൽകണമെന്നാവശ്യപ്പെട്ടത് അവഗണിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് നടപടി. പ്രവൃത്തി സമയത്ത് സർവകലാശാല ആസ്ഥാനത്ത് ജീവനക്കാർ അവധിയെടുക്കാതെ പ്രകടനമോ ധർണയോ നടത്തുന്നത് നിരോധിച്ചിരുന്നു. ഇത് ലംഘിച്ച് സമരം നടത്തുന്നവർക്ക് നോട്ടീസ് നൽകാൻ നിർദ്ദേശിച്ചിട്ടും യഥാസമയം നൽകാതെ സർവകലാശാലയിലെ അന്തരീക്ഷം മോശമാക്കി. വൈസ് ചാൻസലറുടെ ഓഫീസ് ഉപരോധിച്ച് അധിക്ഷേപ പ്രസംഗവും പ്രകടനവും നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും ചെയ്തില്ല തുടങ്ങിയ ആരോപണങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഒന്നിലേറെ തവണ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അച്ചടക്ക നടപടി എടുത്തിരുന്നില്ല. സീൽ ന്യൂസ്, കണ്ണൂർ. ധർമ്മശാല ദേശസ്നേഹി വായനശാല പരിസരവാസികൾക്ക് ജപ്പാൻ കുടിവെള്ളം മുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ അനങ്ങാപ്പാറ നയം വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയെയാണ് ഇവിടുത്തെ ഭൂരിഭാഗം കുടുംബങ്ങളും വെള്ളത്തിനായി ആശ്രയിക്കുന്നത്. വെള്ളം മുടങ്ങിയതിനെ തുടർന്ന് നിരവധി തവണ പരാതി പറയാൻ അധികൃതരെ വിളിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് ഉണ്ടായത്. അഥവാ ഫോൺ എടുത്താൽ തന്നെ പരിഹാസം കലർന്ന ഉപദേശങ്ങളാണ് മറുപടി എന്നാണ് നാട്ടുകാരുടെ പരാതി. നമുക്കിവിടെ ജപ്പാൻ വെള്ളമില്ലാതെ ഒരു 1.5 ആഴ്ചയായി. നമുക്ക് വേറെ ഇവിടെ വെള്ളമൊന്നുമില്ല കുടിവെള്ളമായിട്ട്. അപ്പോൾ ഇവരെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല. ഒരു ദിവസം ഒരു 4-5 വട്ടം 6 വട്ടം വിളിച്ചാലും ഇവർ ഫോൺ എടുക്കുന്നില്ല. അതാ വിളിച്ചാൽ തന്നെ പറയും ആടെ ലീക്ക് ഇവിടെ ലീക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഇതാകല. ഇവർ പിന്നെ വേറെ നമുക്ക് വേറെ വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ വിളിക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ഇവരെ സ്ഥിതി. അധികം എന്ന് വെച്ചാൽ മാസത്തിൽ ആകെ ഒരാഴ്ച നേരം വെള്ളം കിട്ടിയായി. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കിട്ടലേ ഇല്ല. വിളിക്കുമ്പോൾ എടുക്കുകയില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടത്? ഗാർഹിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി നെട്ടോട്ടമോടുന്ന വീട്ടമ്മമാർ ഇവിടുത്തെ പതിവ് കാഴ്ചയായി മാറുകയാണ്. ഇതേസമയം മാങ്ങാട് ബിക്കിരിയൻ പറമ്പിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി പോലും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന അധികൃതരുടെ അനാസ്ഥ ഒഴിവാക്കണമെന്നും കുടിവെള്ളം പുനഃസ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സീൽ ന്യൂസ്, ധർമ്മശാല. കണ്ണൂർ ജില്ലയിലെ 10 പഞ്ചായത്തുകളെ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തുകളാക്കുന്ന പദ്ധതി ഉടൻ തുടങ്ങുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ CA ജനാർദ്ദനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 120 ഗ്രാമപഞ്ചായത്തുകളെ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തുകളാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത്. ചൊക്ലി, മാങ്ങാട്ടിടം, മൊകേരി, പായം, കരിവള്ളൂർ, പെരളം, പരിയാരം, ഇരിക്കൂർ, വളപട്ടണം, ചെമ്പിലോട്, ചെറുതാഴം എന്നീ പഞ്ചായത്തുകളിലാണ് പദ്ധതി തുടങ്ങുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഈ 10 പഞ്ചായത്തുകളിൽപ്പെട്ട സ്കൂളുകൾ, അങ്കണവാടികൾ, ഹോസ്റ്റലുകൾ, ആരാധനാലയങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 120 പഞ്ചായത്തുകൾ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തുകളാക്കിയിട്ട് മാറ്റുന്ന ഒരു സർക്കാരിന്റെ ഒരു പ്രധാന ഒരു പരിപാടിയുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ 10 പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ പ്രധാനമായിട്ട് നമ്മുടെ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന, അതുപോലെ തന്നെ അതിന്റെ മാനുഫാക്ചറിങ് ചെയ്യുന്ന, ഉൽപ്പാദിക്കുന്ന, അതുപോലെ തന്നെ അതിന്റെ സ്റ്റോക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസ്, രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവർക്ക് ആൾറെഡി ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ ഉണ്ട്.
മായം കലർന്ന ഭക്ഷണം കണ്ടെത്തുന്നതിനായി ക്വിക്ക് ടെസ്റ്റ്, മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് എന്നീ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. മുൻ വർഷങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കിയിരുന്നു. ഭക്ഷണം നൽകുന്ന ആരാധനാലയങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ആദ്യ ജില്ലയായി കണ്ണൂരിനെ മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ കണ്ണൂർ സർക്കിൾ KP മുസ്തഫ, ഡോക്ടർ ധനശ്രീ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ വെടിയുതിർത്ത ഫാസിസ്റ്റ് നടപടിയിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ തളിപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപിതാവിന് സംരക്ഷണ വലയം തീർത്തു. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും ജീവനക്കാർ പരസ്പരം കൈകൾ കോർത്താണ് സംരക്ഷണ വലയം തീർത്തത്. ബ്രാഞ്ച് പ്രസിഡന്റ് PV വിനോദിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻകുട്ടി മനിയേരി ഉദ്ഘാടനം ചെയ്തു. ലോകാരാധ്യ ഇന്ദിരാഗാന്ധിയുടെയും ഭാരതത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ചുയർത്തിയ രാജീവ് ഗാന്ധിയുടെയും ചിത്രങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അഭിനവ ഗോഡ്സെമാരെ പാഠപുസ്തക താളിലേക്ക് സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഭാരതത്തിൽ കണ്ടുവരുന്നത്. ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഭാരതം 2019 ഇലക്ഷനോടുകൂടി ഭാരതം വീണ്ടും ഒരു വൈദേശിക ആധിപത്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന വിധം. ജില്ലാ വൈസ് പ്രസിഡന്റ് KV മഹേഷ്, S തോമസ് കുട്ടി, M സനീഷ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. CMP CPM ലയന സമ്മേളനം 3-ന് കൊല്ലത്ത് നടക്കും. കമ്മ്യൂണിസ്റ്റ് ചേരികളുടെ യോജിപ്പിനും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഐക്യത്തിനും സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനും വിപുലമായ ബഹുജന മുന്നേറ്റത്തിനും ലയന സമ്മേളനം സഹായകമാകും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലയനം. ലയന സമ്മേളനം വിജയിപ്പിക്കുന്നതിന് സംസ്ഥാനത്താകെ വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CMP ജനറൽ സെക്രട്ടറി MK കണ്ണൻ, മുൻ MP പാട്യം രാജൻ, MH ഷാരിയർ, TCH വിജയൻ, അഡ്വക്കേറ്റ് G സുഗുണൻ, N വിജയൻ പിള്ള MLA തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിൽ വലിയ ഒരുക്കമാണ് ലയന സമ്മേളനം വിജയിപ്പിക്കുവാൻ നടത്തിയിട്ടുള്ളത്. വലിയ ആവേശമാണ് ഈ ലയന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ നമ്മുടെ നേതാക്കളുടെ ഇടയിലും പ്രവർത്തകരുടെയും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ ചിട്ടയായ പ്രവർത്തനം ലയന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. 2019 ഫെബ്രുവരി 3 കൊല്ലത്ത് വെച്ച് നടക്കും. സമ്മേളനം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, CMP-യുടെ ജനറൽ സെക്രട്ടറി MK കണ്ണൻ. ചുമരെഴുത്തും ബോർഡുകളും ബാനറുകളും വ്യാപകമായി പോസ്റ്ററുകളും പ്രചരണത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് 500 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. നല്ല ആവേശത്തോടു കൂടിയ പ്രവർത്തനമാണ് പാർട്ടി പ്രവർത്തകരെല്ലാം ലയന സമ്മേളനം വിജയിപ്പിക്കുവാൻ നടത്തിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി CV ശശീന്ദ്രൻ, CK നാരായണൻ, KV വിജയൻ, PV വത്സൻ, TP സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. സാന്ത്വനം എന്ന വാക്കിന് IRPC എന്നൊരു പര്യായം കൂടിയുണ്ട്. ആരുമില്ലാത്ത രോഗികൾക്ക് IRPC ഉണ്ട്. ക്യാൻസർ ബാധിച്ച ആറളം ഫാമിലെ ആദിവാസി സ്ത്രീ 60-കാരി ജാനു കാവലാന് IRPC-യാണ് ഇനി തുണ. അനാഥരായ അഗതികളായ രോഗികൾക്ക് ഇവരുണ്ട്. കൂട്ടിരിക്കാനും പരിചരിക്കാനും സാന്ത്വനിപ്പിക്കാനും നൂറുകണക്കിന് യുവാക്കളും യുവതികളും. ക്യാൻസർ ബാധിതയായ ജാനു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. 4 മാസമായി ജാനു നാനാനിപ്പൊയിൽ കോളനിയിൽ ഒരു വീട്ടിൽ കഴിയുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചപ്പോഴാണ് ജില്ലാ ആശുപത്രിയിലെത്തിയത്. കേളകത്തെ IRPC പ്രവർത്തകരായ M കണ്ണൻ, ഷിജോയ്, സുധീന്ദ്രൻ, തോമസ്, ഷെൽട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാനുവിനെ കണ്ണൂരിലെത്തിച്ചത്. വെള്ളിയാഴ്ച രാവിലെ IRPC ഉപദേശക സമിതി ചെയർമാൻ P ജയരാജൻ ആശുപത്രിയിലെത്തി. മക്കൾക്ക് ജാനുവിനെ നോക്കാനാകുന്നില്ല. ചികിത്സ കഴിഞ്ഞ ശേഷം ജാനുവിനെ IRPC-യുടെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് P ജയരാജൻ പറഞ്ഞു. ജാനുവിന് 4 മക്കളാണുള്ളത്. ആ മക്കള് പരിചരണത്തിന് എത്തുന്നില്ല എന്നതാണ് ജാനുവിനെ പ്രയാസപ്പെടുത്തുന്നത്. പക്ഷേ IRPC-യുടെ വളണ്ടിയർമാർ എല്ലാ സമയത്തും അവർക്കാവശ്യമായിട്ടുള്ള സഹായം നൽകിക്കൊണ്ട് ആശുപത്രിയിലുണ്ട്. അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും IRPC നടത്തും. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ IRPC-യുടെ സാന്ത്വന കേന്ദ്രത്തിൽ ആവശ്യമായിട്ടുള്ള പരിചരണം നൽകിക്കൊണ്ട് അവിടെ പ്രവേശിപ്പിക്കാനാണ്.
കൂട്ടിരിക്കുന്ന ആൾക്ക് ട്രൈബൽ വകുപ്പ് വഴി പണം നൽകാനും ധാരണയായി. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ നിയന്ത്രണം വിട്ട ഓമ്നി വാൻ ടൗൺ സ്ക്വയറിന്റെ മതിലിടിച്ച് തകർത്തു. കാൽനടക്കാരിക്ക് പരുക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. ഡിവൈഡറിലെ പരസ്യ ബോർഡിനിടിച്ച് നിയന്ത്രണം വിട്ട മാരുതി ഓമിനി വാൻ ടൗൺ സ്ക്വയറിന്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മതിലിന്റെ കല്ല് തെറിച്ച് കാൽനട യാത്രക്കാരിയായ റഷീദയ്ക്ക് പരിക്കേറ്റു. ഇവരെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഭാഗികമായി തകർന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷനുമായ ഇ അഹമ്മദിന്റെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അഭിമാനം രാഷ്ട്രീയത്തിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ണൂർ നൽകിയ ഒരു അമൂല്യമായ നിധിയായിരുന്നു സത്യത്തിൽ ഇസ്ലാം. ഞാനുമായി കോൺഗ്രസുമായി ബന്ധമുള്ള കാലം മുതൽ അവസാനമായി ഫാറൂഖ് വട്ടപ്പൊയിൽ അധ്യക്ഷത വഹിച്ചു. VK അബ്ദുൽ ഖാദർ മൗലവി, DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, C. സമീർ, P. കുഞ്ഞുമുഹമ്മദ്, അബ്ദുൽ കരീം ചേലേരി, KP താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. സീ ന്യൂസ്, കണ്ണൂർ. കരിമ്പം സൌഹൃദ സ്വാശ്രയ സംഘത്തിന്റെ 3ാം വാർഷിക ദിനത്തിൽ പുറത്തിറക്കിയ മിനി ആംബുലൻസ് IRPC കുറുമാത്തൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഇനി സൌജന്യമായി സർവീസ് നടത്തും. സംഘത്തിന്റെ കീഴിൽ 3ാമത്തെ ആംബുലൻസാണ് വ്യാഴാഴ്ച പുറത്തിറക്കിയത്. വാർഷികാഘോഷങ്ങൾ ആസ്വാദനപരമായ പരിപാടികൾ സംഘടിപ്പിച്ച് ആർഭാടം കാണിക്കുകയും പ്രവർത്തനങ്ങൾ തങ്ങളിലേക്ക് ഒതുക്കുകയും ചെയ്യുന്ന സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് കരിമ്പത്തെ സൌഹൃദ സ്വാശ്രയ സംഘം. രൂപീകരിച്ച് 3 വർഷം പൂർത്തിയാകുമ്പോൾ 3ാമത്തെ ആംബുലൻസും പുറത്തിറക്കി സേവനം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് സംഘം പ്രവർത്തകർ. ഒപ്പം സാന്ത്വന പരിചരണ രംഗത്ത് മികച്ച പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന IRPC കുറുമാത്തൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സൌജന്യമായി സർവീസ് നടത്തുമെന്ന വാഗ്ദാനവും ഇവർ നൽകുന്നു. അത്യാധുനിക സൌകര്യമുള്ളതുൾപ്പെടെ നേരത്തെ നിരത്തിലിറക്കിയ 2 ആംബുലൻസുകളും നല്ല രീതിയിൽ സർവീസ് നടത്തി വരികയാണ്. തങ്ങളെ ആശ്രയിക്കുന്ന നിർധനരായ രോഗികൾക്കു വേണ്ടി സൌജന്യ സർവീസ് ഉൾപ്പെടെ മിതമായ നിരക്കിലാണ് 24 മണിക്കൂറും ഇവർ സർവീസ് നടത്തുന്നത്. ഗ്രാമങ്ങളിലെ ചെറു റോഡുകളിൽ സുഗമമായി സർവീസ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ മിനി ആംബുലൻസ് തെരഞ്ഞെടുത്തതെന്ന് സംഘം പ്രസിഡന്റ് KV സനിൽ പറഞ്ഞു. ആധുനിക സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് സംഘം ഇങ്ങനെ ആംബുലൻസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ കുറുമാത്തൂർ IRPCയുടെ കുറുമാത്തൂർ കുറുമാത്തൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം IRPCക്ക് വേണ്ടിയിട്ട് സൗജന്യമായി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത ആംബുലൻസ് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 3ാമതാ ഒരു ആംബുലൻസ് ഇറക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2ാമത് ഇറക്കിയ ആംബുലൻസ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആംബുലൻസാണ്. അപ്പോൾ ആ ആംബുലൻസ് നാട്ടിലെ ചെറിയ വഴികളിലൂടെ പോകുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ വണ്ടി ഇറക്കിയിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകുന്നേരം കരിമ്പത്തെ സൌഹൃദ സ്വാശ്രയ സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പാച്ചേനി രാജീവൻ ആംബുലൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം സെക്രട്ടറി AV ദിനൂപ് അധ്യക്ഷത വഹിച്ചു. സംഘം മെമ്പർമാരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. സീ ന്യൂസ്, തളിപ്പറമ്പ. കണ്ണൂർ പോലീസ് സ്റ്റേഷൻ സ്കൂൾ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനവും സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ബസ് ജീവനക്കാരെ ആദരിക്കലും നടന്നു. പോലീസ് സഭാ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലോടുന്ന ബസ്സുകളിൽ വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളോടുമുള്ള നല്ല പെരുമാറ്റത്തിനുള്ള പുരസ്കാരത്തിന് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 10 ബസ്സുകളിലെ ഉടമ, കണ്ടക്ടർ, ഡ്രൈവർ, ക്ലീനർ എന്നിവർക്ക് പുരസ്കാരം നൽകി. കണ്ണൂർ ആശുപത്രി 3 നിരത്ത് പുതിയ തെരു കാട്ടാമ്പള്ളി റൂട്ടിലോടുന്ന RBT, കണ്ണൂർ മട്ടന്നൂർ റൂട്ടിലെ ശ്രേയസ്, കണ്ണൂർ ഇരിട്ടി റൂട്ടിലെ ഹരിശ്രീ, കണ്ണൂർ ചക്കരക്കൽ തലശ്ശേരി പറശ്ശിനിക്കടവ് റൂട്ടിലോടുന്ന ദേവകി, കണ്ണൂർ ചക്കരക്കൽ റൂട്ടിലെ സുജയ്, കണ്ണൂർ ആശുപത്രി വൻകുളത്ത് വയൽ റൂട്ടിലെ ലക്ഷ്മി ഗോപാൽ, കണ്ണൂർ ആശുപത്രി കണ്ടക്കൈ റൂട്ടിലെ അയാദ്, കണ്ണൂർ ആശുപത്രി കല്ലുകെട്ടിച്ചിറ റൂട്ടിലെ വിസ്മയ, കണ്ണൂർ ചാലോട് റൂട്ടിലെ ശ്രീമൂകാംബിക, കണ്ണൂർ തളിപ്പറമ്പ് റൂട്ടിലെ ദിവ്യ എന്നീ ബസ്സുകളാണ് പുരസ്കാരത്തിന് അർഹരായത്. ആദ്യമേ തന്നെ ഇതിന് ഇത്തരമൊരു പ്രോജക്റ്റ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന കണ്ണൂർ ടൗൺ CAയും അതിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരെയും വളരെ ആദരപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. കണ്ണൂർ ടൗൺ CA പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും
ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചുമതലയും അവിടെ ഒരു നിരീക്ഷണ കമ്മിറ്റി ഉണ്ടാക്കി വിദ്യാർത്ഥികളുടെ വെൽഫെയർ പ്രവർത്തനങ്ങളെ വളരെ സമർത്ഥമായി കോർഡിനേറ്റ് ചെയ്യുന്ന വളരെ നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രത്യേകമായ പദ്ധതിയായിട്ടാണ് LSPG. പൊതുജനങ്ങൾക്ക് പോലീസിൽ പരാതി അറിയിക്കാനുള്ള കണ്ണൂർ ടൗൺ പോലീസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിന്റെ പ്രകാശനം കണ്ണൂർ ജോയിന്റ് RTO വി സാജു നിർവഹിച്ചു. 9448199100 എന്നീ നമ്പറിൽ ടൗൺ സ്റ്റേഷൻ പരിധിയിലെ ആർക്കും പോലീസിൽ ഈ വാട്സ്ആപ്പ് നമ്പർ വഴി പരാതികൾ അറിയിക്കാം. ചടങ്ങിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ SHO TK രത്നകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റുഡന്റ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ കുറിച്ച് കണ്ണൂർ DYSP PP സദാനന്ദൻ വിശദീകരിച്ചു. വൈസ്മെൻ ജില്ലാ ഗവർണർ K ഷാജി, ടൗൺ SI ശ്രീജിത്ത് കൊടേരി, KPOA ജില്ലാ സെക്രട്ടറി രമേശൻ, KPA ജില്ലാ പ്രസിഡന്റ് K രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ് കണ്ണൂർ. കഴിഞ്ഞ 3 വർഷമായി ജനതാദൾ എസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണാധിപത്യവും ഏകാധിപത്യവുമാണെന്നും ഇതിൽ പ്രതിഷേധിച്ച് ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കൌൺസിൽ, ജില്ലാ മണ്ഡലം ഭാരവാഹികൾ, പോഷക സംഘടന, സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ രാജിവെക്കുകയാണെന്നും ജനതാദൾ എസ് പാർലമെന്റ് ബോർഡ് അംഗം വി രാജേഷ് പ്രേം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജിവെച്ച നേതാക്കൾ MV ശ്രേയാംസ്കുമാർ നേതൃത്വം നൽകുന്ന ലോക താന്ത്രിക് ജനതാദളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കണ്ണൂരിലെ 170 സജീവാംഗങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ടെന്നും രാജേഷ് പ്രേം പറഞ്ഞു. ഏകീകരണ സമ്മേളനം 16 രാവിലെ 11 പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവിധ ജില്ലകളിലെ ആളുകൾ രാജിവെച്ച് ലോകതാന്ത്രിക് ജനതാദളിലേക്ക് ചേരാൻ പോകുകയാണ്. ആ സമ്മേളനം 16 തീയതി കണ്ണൂർ പോലീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കണം. കഴിഞ്ഞ 3 വർഷക്കാലമായി ജനതാദൾ എസ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണാധിപത്യവും ഏകാധിപത്യവുമാണ്. ജില്ലാ കമ്മിറ്റി കൂടുകയോ അതല്ലെങ്കിൽ ജില്ലാ കൗൺസിൽ കൂടുകയോ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന കൗൺസിലുകളൊക്കെ പേരിന് മാത്രം നടക്കുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ 3 വർഷമായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി പാർട്ടി പ്രസിഡന്റ് മന്ത്രിയായപ്പോൾ സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആള് വരേണ്ടതാണ്. പക്ഷെ ഇതുവരെയായും മന്ത്രിയായ ആൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനോ പുതിയ പ്രസിഡന്റിന് അധികാരം കൈമാറാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ NK ഭാസ്കരൻ, G രാജേന്ദ്രൻ, മുയ്യം ഗോപി, മുഹമ്മദ് കുറുവോളി, P ഹരീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ് കണ്ണൂർ. സമൂഹത്തിലെ നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതിയും നാട്ടിലെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, പ്രവാസ മേഖലകളിലെ മുഴുവൻ സന്നദ്ധ സംഘടനകളും ചേർന്ന് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഇരിക്കൂർ പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇരിക്കൂറിലെ പ്രവാസി സുഹൃത്തുക്കളുടെയും സംഘടനകളുടെയും നിസ്സീമമായ സഹകരണവും അകമഴിഞ്ഞ പിന്തുണയും ഇരിക്കൂർ പാലിയേറ്റീവ് കെയറിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു പറ്റം ഹതഭാഗ്യരുടെ കണ്ണീരൊപ്പുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ധനശേഖരണാർത്ഥം പ്രശസ്ത സിനിമാ പിന്നണി മാപ്പിളപ്പാട്ട് ഗായകൻ അഫ്സൽ ഒരുക്കുന്ന മ്യൂസിക് നൈറ്റും കുടുംബ സദസ്സുകളിലെ ജനപ്രിയ താരങ്ങളായ MIT മൂസ ഫെയിം, സുരഭി, വിനോദ് കോവൂർ എന്നിവരുടെ ഹാസ്യ ചിത്രീകരണവും 4-ന് 6 മണിക്ക് ഇരിക്കൂർ ഡൈനാമോസ് സ്റ്റേഡിയത്തിൽ അരങ്ങേറും. നമ്മുടെ നാട്ടിലെ നിർധന രോഗികളുടെ ചികിത്സയുടെ ധനശേഖരണാർത്ഥം ഈ ഫെബ്രുവരി 4 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇരിക്കൂർ ഡൈനാമോസ് ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ അഫ്സൽ മ്യൂസിക് നൈറ്റും MIT മൂസ ഫെയിം അവതരിപ്പിക്കുന്ന കോമഡി പ്രോഗ്രാമും സംഘടിപ്പിച്ചിരിക്കുകയാണ്. സീൽ ന്യൂസ് കണ്ണൂർ. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന N ഗംഗാധരന് ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മാടായി ബാങ്ക് PCC ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. എവിടെയാണെങ്കിലും നാം സ്വീകരിക്കുന്ന നമ്മുടെ സമീപനമാണ് പ്രധാനം. നമ്മൾ ഏൽപ്പിച്ച ചുമതല ഏറ്റവും ഭംഗിയായി നിറവേറ്റാൻ ആവശ്യമായ ഒരു കൃത്യത നമ്മുടെ തൊഴിലിൽ ഉണ്ടാകുക എന്നത് പ്രധാനമാണ്. നാം ഏത് സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നാലും
നമുക്ക് ലഭിക്കുന്ന നാം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ പറയുന്ന അഭിപ്രായമാണ് കോടി രൂപയേക്കാളും മൂല്യമുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും അതാണ് നമുക്ക് 23 വർഷത്തെ മികച്ച സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബാങ്ക് മാനേജർ ഗംഗാധരന് ബാങ്ക് ജീവനക്കാരുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മാടായി ബാങ്ക് പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി നാരായണൻ ഉപഹാര സമർപ്പണം നടത്തി. പി വിമല, കെ പത്മനാഭൻ, കെ വി ബാലൻ, പി ചന്ദ്രൻ, പി വത്സലൻ, ടി കെ ദിവാകരൻ, പി രവീന്ദ്രൻ, പി സന്തോഷ് കുമാർ, പി ഗോവിന്ദൻ, എം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. കണ്ണൂർ സർവകലാശാല തലശ്ശേരി ക്യാമ്പസ് സാമ്പത്തിക ശാസ്ത്ര പഠന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 6, 7, 8 തീയതികളിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് പെർഫോമൻസ് ആൻഡ് ചാലഞ്ചസ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം രാജ്യത്തെ സാമ്പത്തിക വിഷയത്തിൽ ഉൾപ്പെടുത്തൽ, വികസനത്തിന്റെ വ്യാപ്തിയെയും പ്രസക്തിയെയും പറ്റി വിശദമായി പ്രതിപാദിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു പോളിസി ഡോക്യുമെന്ററി തയ്യാറാക്കുകയും ചെയ്യും. ലോകരാജ്യങ്ങളുടെ ഇടയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. സാമ്പത്തിക മേഖലയുടെ വികസനത്തിന് നൽകുന്ന അമിത പ്രാധാന്യം പലപ്പോഴും സാമൂഹ്യ മേഖലയിൽ അസന്തുലിതമായ വികസനത്തിലേക്കാണ് നയിക്കുന്നത്. 6.5 പതിറ്റാണ്ടുകളായി നാം തുടർന്നു പോകുന്ന വികസന പ്രവർത്തനങ്ങളിൽ രാജ്യം പുരോഗതി നേടിക്കൊണ്ടിരിക്കുമ്പോഴും സന്തുലിതമായ വികസനം എന്നത് ഇന്നും ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നു. ബാങ്കിംഗ് രംഗത്ത് പുത്തൻ പരിഷ്കാരങ്ങളും സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കുമ്പോഴും ഒരു വലിയ വിഭാഗം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക സാക്ഷരത, സാമ്പത്തികമായ ഉൾപ്പെടുത്തലുകൾ എന്നീ മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ്. പോഷകാഹാര ലഭ്യത, രോഗാതുരതയിലുള്ള വർധനവ്, ഉയർന്ന കടബാധ്യത, കർഷക ആത്മഹത്യ, വിദ്യാഭ്യാസ മേഖലയിലെ കൊഴിഞ്ഞുപോക്ക് എന്നീ വിഷയങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ വികാസത്തിന് മങ്ങലേൽപ്പിക്കുന്നു. സാമൂഹ്യ മേഖലകളിലെ വികാസം മാനവ വികസനത്തിന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനാണ് ഈ ത്രിദിന സമ്മേളനം ലക്ഷ്യമാക്കുന്നത്. ഇന്ത്യയുടെ വികസനത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മൾ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. വികസനത്തിൽ ഉൾപ്പെടുത്തലിന്റെ സാധ്യതകളെ പറ്റി പരിശോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തീമാണ് ഈ കോൺഫറൻസ് ഉദ്ധരിക്കുന്നത്. ഉൾപ്പെടുത്തൽ വികസനത്തിന്റെ വ്യാപ്തിയും അതിന്റെ പ്രസക്തിയും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു തീമാണ് ഈ കോൺഫറൻസിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോൺഫറൻസിന്റെ ഭാഗമായി കൊണ്ട് സാമൂഹിക മേഖലയിൽ സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റിലൂടെ എങ്ങനെ മാനവിക പുരോഗതി നേടാൻ പറ്റുമെന്നും ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു 6 ദശാബ്ദക്കാലത്തെ വികസനത്തിൽ സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റിൽ കാര്യമായ വികസനം നേടിയിട്ടില്ല. അതേസമയത്ത് 6 കണ്ണൂർ സർവകലാശാല തലശ്ശേരി ക്യാമ്പസിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേരള സർവകലാശാല മുൻ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറും 5ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനുമായ പ്രൊഫസർ BA പ്രകാശ് അധ്യക്ഷത വഹിക്കും. പ്രസ്തുത ചടങ്ങിൽ പ്രൊഫസർ കെ ഗംഗാധരന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശനവും വൈസ് ചാൻസലർ നിർവഹിക്കും. സമ്മേളനത്തിൽ മലേഷ്യ കെബാങ്സാൻ സർവകലാശാല പബ്ലിക് പോളിസി പഠന വകുപ്പ് മേധാവി ഡോക്ടർ രവിചന്ദ്രമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ സർവകലാശാല സിൻഡിക്കേറ്റിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പങ്കെടുക്കും. ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും വിവിധ സർവകലാശാലകളിലെയും കോളേജുകളിലെയും അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും 100ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. 8-ന് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം IIT മദ്രാസ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗം പ്രൊഫസർ VR മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ കെ ഗംഗാധരൻ, ഡോക്ടർ V ഷഹർബാൻ, S സജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള, ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള കൈവല്യ സൌജന്യ മത്സര പരീക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ADM മുഹമ്മദ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ PV രാജീവൻ അധ്യക്ഷത വഹിച്ചു. KV രമേശൻ, KV സുനികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സൌജന്യ പരിശീലന ക്ലാസും നടന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് തൃച്ചംബരം ഈസ്റ്റ് ശ്രീ ഗുരുമഠം ദേവസ്ഥാനം ലക്ഷ്മി നാരായണ പൂജാ മഹോത്സവത്തിന് ആരംഭമായി. പരിപാടിയുടെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തും.
നീലമലങ്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഫെബ്രുവരി 2 രാത്രി 10 മണിക്കാണ് ലക്ഷ്മിനാരായണ പൂജ നടക്കുക. ചടങ്ങുകൾക്ക് 3 സമാപനമാകും. സീൽ ന്യൂസ്, തളിപ്പറമ്പ. മുണ്ടേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം തിറമഹോത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. മുണ്ടേരി ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം, കൊയ്യോട്ടുചിറ മുത്തപ്പൻ ക്ഷേത്രം, മുണ്ടേരി കോളനി ശ്രീ മുരുകൻ കോവിൽ എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. താലപ്പൊലിയും മുത്തുകുടകളുടെ അകമ്പടിയോടെ നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് തിടമ്പ് പൂജ, കൂടിയാട്ടം എന്നിവയും നടന്നു. ഉത്സവം ഞായറാഴ്ച സമാപിക്കും. സീൽ ന്യൂസ്, മുണ്ടേരി. ജാമിയ ഹംദർദ് കൽപ്പിത സർവകലാശാലയുടെ കണ്ണൂർ കേന്ദ്രത്തിൽ ഫെബ്രുവരി 4, 5 തീയതികളിൽ ദേശീയ തലത്തിൽ ഹംദിയ 2019 മാനേജ്മെന്റ് ആൻഡ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിവിധ ഇനം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഓരോ ഇനത്തിലും ക്യാഷ് പ്രൈസുകൾ സമ്മാനമായി നൽകും. ഫെസ്റ്റിനോടനുബന്ധിച്ച് മികച്ച രാഷ്ട്രീയ നേതാവും പാർലമെന്റേറിയനും ഹംദർദ് കണ്ണൂർ ക്യാമ്പസ് സ്ഥാപക ചെയർമാനുമായിരുന്ന ഇ അഹമ്മദിന്റെ 2ാം ചരമവാർഷികത്തിൽ സംസ്ഥാന തലത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ രചന മത്സരം നടത്തുന്നു. സ്കൂൾ വിഭാഗത്തിൽ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കും കോളേജ് വിഭാഗത്തിൽ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. രചനകൾ 10 പേജിൽ കവിയരുത്. പിന്നെ ഇതേപോലുള്ള കോമ്പിനേഷൻ സാധാരണ രീതിയിൽ നടക്കാറില്ല. എല്ലാ കോളേജിലും മാനേജ്മെന്റ് ഫസ്റ്റ് ആണ്. രണ്ടും കൂടി, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ മേഖല ഉപയോഗിക്കുന്നത് 90%, മോർ ദാൻ 90% ഓഫ് ദി കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ബൈ ബിസിനസ് പീപ്പിൾ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബിസിനസ് വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ കോമേഴ്സ് വിദ്യാർത്ഥികളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ഫസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 3 കിട്ടത്തക്ക വിധം ഡയറക്ടർ ജാമിയ ഹംദർദ് കണ്ണൂർ ക്യാമ്പസ്, കണ്ണൂർ സിറ്റി 670-003 എന്ന വിലാസത്തിൽ അയക്കണം. സീൽ ന്യൂസ്, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രിയ ബജറ്റുമായി മോദി സർക്കാർ ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻ പദ്ധതി. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ അക്കൌണ്ടിൽ നേരിട്ട് നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ പദ്ധതി. ആശാവർക്കർമാരുടെ വേതനം 50% വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ ബജറ്റിൽ നിരവധി ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനം. തളിപ്പറമ്പിനെ ഞെട്ടിച്ച് വീണ്ടും കാറിന്റെ ചില്ല് തകർത്ത് കവർച്ച. വ്യാപാരിയായ PK ഉമ്മർകുട്ടിയുടെ 3 ലക്ഷം രൂപയും രേഖകളും അടങ്ങുന്ന ബാഗ് കവർന്നു. ജില്ലയിലെ 10 പഞ്ചായത്തുകളെ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തുകളാക്കുന്ന പദ്ധതി ഉടൻ തുടങ്ങുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ CA ജനാർദ്ദനൻ. ഭക്ഷണം നൽകുന്ന ആരാധനാലയങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ആദ്യ ജില്ലയായി കണ്ണൂരിനെ മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും CA ജനാർദ്ദനൻ. സാന്ത്വനത്തിന്റെ പര്യായമായി IRPC. ക്യാൻസർ രോഗിയായ ആറളം ഫാമിലെ 60-കാരി ജാനു കവലാന് ഇനി IRPC തുണ. വിദ്യാർത്ഥികളോട് മാന്യമായി പെരുമാറുന്ന 10 ബസ്സുകൾക്കും ജീവനക്കാർക്കും പോലീസിന്റെ ഗുഡ് സർവീസ് എൻട്രി. മാതൃകയായവർക്കുള്ള ആദരവ് മറ്റൊരു മാതൃക. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.